ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റതിന് ശേഷം മക്കളൊക്കെ താഴെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ താഴേക്ക് പോയി. അപ്പോൾ ചെറിയ മോനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കലാണ് ഇപ്പോൾ അവരെ മെയിൻ പരിപാടി. അവൻ ഉറങ്ങി എണീറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവരിതുപോലെ ഇടം വല ഇരുന്നിട്ട് അവനെ കളിപ്പിക്കലാണ് ഇപ്പോൾ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് ഇങ്ങനെ ഉള്ളി എടുത്ത് അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഇതിങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും ഒന്ന് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യില്ലേ, ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന് എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്ത്, അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ ഇഞ്ചിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം കേട്ടോ, എന്നാലുള്ള ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുക. പിന്നെ അതിക്ക് വേണ്ട കറിവേപ്പിലയും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഈ കട്ടിംഗ് ബോർഡും പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും. നമുക്ക് അപ്പക്കപ്പക്കില്ല പാത്രങ്ങൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണി ഒന്നുകൂടി എളുപ്പമാവും. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിൽ കിട്ടിയതിന് ശേഷം അതിക്ക് വേണ്ട ഉപ്പ്, മൈദ, അതുപോലെ ചിക്കൻ മസാല, സോഡ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്പൂണിലൊക്കെ ഇങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിന് ഇതുപോലെ കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം നല്ല ഇതിലായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആകൃതി നോക്കണ്ട, പക്ഷേ ഇത് അടിപൊളിയാണ്. കഴിക്കാനൊക്കെ നല്ല ക്രിസ്പി, നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ അധികം നേരം ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മുകളിൽ പോയി. കുട്ടികളൊക്കെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കിയിട്ട് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് ചായ കുടിക്കലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.